നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നവരാത്രി ദിനത്തിൻ്റെ 5-ാം ദിവസമാണ്. മാതാ സ്കന്ദജനനിയുടെ ആരാധനയാണ് നവരാത്രിയുടെ 5-ാം ദിവസമായ ഇന്ന് നടക്കുക. ശിവശക്തിക്ക് യോഗശക്തിയാൽ ഉണ്ടായ പുത്രനാണ് സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യൻ ഊർജരൂപത്തിൽ അവതരിച്ച സമയം അഗ്നി ആ ഊർജത്തെ ആവാഹിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ ആ അഗ്നിക്കും താങ്ങാനാവാതെ ആ ഊർജത്തെ അഗ്നി ഗംഗയിൽ നിക്ഷേപിച്ചു. ആ താപം ഉൾക്കൊള്ളാനാവാതെ ഗംഗയത് ശരവണപ്പൊയ്കയിൽ ഒഴുക്കി. അവിടെ നിന്നാണ് 6 താമരപ്പൂക്കളിൽ 6 കുമാരന്മാരായി ആ ശക്തി രൂപപ്പെടുന്നത്. ആ 6 കുമാരന്മാരെയും സംരക്ഷിച്ചത് കാർത്തിക നക്ഷത്രത്തിന്റെ ദേവതമാരാണ്. ഈ സമയത്ത് ധ്യാനത്തിലായിരുന്ന പാർവതി ധ്യാന സമാപ്തിയിൽ തന്റെ പുത്രനെ കാണാതെ അതീവ ദുഃഖിതയായി. ദേവിയുടെ ആ ദുഃഖം ഒരു കരിനിഴലായി അഗ്നിയിലാഴ്ന്നു. അതിനുശേഷമാണത്രേ അഗ്നിക്ക് പുകയും അഗ്നി സ്പർശിക്കുന്നതെല്ലാം കരിയുമായി ഭവിച്ചത്. പിന്നീട് ദേവീ ദർശനത്താൽ ആ 6 കുമാരന്മാരും ഒന്നായി സ്കന്ദനായി തീർന്നു എന്നാണ് ഐതിഹ്യം. ആ അറുമുഖനായ സ്കന്ദന്റെ മാതാവാണ് സ്കന്ദമാതാവ്. ആ സ്കന്ദനെ കണ്ട് വീണ്ടും ഏറ്റെടുത്ത് താരകാസുര നിഗ്രഹത്തിനായി ആ കുമാരനെ സജ്ജമാക്കുന്നിടത്താണ് സ്കന്ദമാതാഭാവം ദർശനമാകുന്നത്. അതുകൊണ്ട് തന്നെ 6 മുഖങ്ങളുള്ള കുമാരനെ മടിയിലിരുത്തി ശക്തിയാകുന്ന സിംഹത്തിന്റെ പുറത്ത് ആസനസ്ഥയായ ഭാവത്തിലാണ് ഈ ദേവിയുടെ ആരാധനാഭാവം. മാതൃഭാവത്തിന്റെ പൂർണ്ണതയാണ് സ്കന്ദജനനിയിൽ ദൃശ്യമാകുന്നത്. അമ്മയുടെ വാത്സല്യത്തിനും കരുതലിനും അപ്പുറം മറ്റൊന്നുമില്ലെന്ന് എല്ലാവരെയും മനസ്സിലാക്കി തരുന്ന അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുന്ന ദേവീ പ്രഭാവമാണ് സ്കന്ദമാതാവിൻ്റേത്. വിശുദ്ധ ചക്രനിലയിലാണ് സ്കന്ദമാത. അമ്മ 4 കൈകളുള്ളവളും ത്രിനേത്രയുമാണ്. അതിൽ വലതു കൈകളിൽ ഒന്നിൽ 6 ശിരസോടുകൂടിയ ബാലമുരുകനും മറ്റേതിൽ താമരപ്പൂവുമാണ്. ഇടതു കൈകളിൽ ഒന്നിൽ വരദമുദ്രയും മറ്റേ കൈയിൽ താമരപ്പൂവുമാണ്. സിംഹമാണ് അമ്മയുടെ വാഹനം. ഇങ്ങനെയുള്ള ഈ അമ്മയുടെ ഭാവം ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിൽ സ്മരിച്ച് അമ്മയെ പ്രാർത്ഥിച്ചാൽ ദാമ്പത്യപരമായ അഭീഷ്ടസിദ്ധികൾക്കും വിശേഷിച്ചും ദീർഘദാമ്പത്യത്തിനും വളരെ വിശേഷമാണെന്ന് പഴമക്കാർ പോലും വിശ്വസിച്ചു പോരുന്നു. അത് മാത്രല്ല, സന്താനലബ്ധിക്കായി ഈ ദിവസം ദമ്പതികൾ ഈ ആരാധനാഭാവത്തിലുള്ള ദേവിയെ മനസ്സുകൊണ്ട് ആരാധിച്ചു പോരുന്നു. സ്കന്ദമാതാവിനെ ആരാധിക്കുന്നതിലൂടെ സുബ്രഹ്മണ്യനെ പൂജിക്കുന്ന ഫലം കൂടി നമുക്ക് ലഭിക്കും. ശക്തിധരൻ ആയതിനാലാണ് സുബ്രഹ്മണ്യൻ ദേവസൈന്യാധിപൻ ആകാൻ കഴിഞ്ഞതും ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ സാധിച്ചതെന്നുമാണ് ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ സ്കന്ദമാതാ പ്രീതിയിലൂടെ സുബ്രഹ്മണ്യ പ്രീതിയും ഇന്നേ ദിവസം നമുക്ക് ലഭിക്കുന്നതാണ് എന്ന് ചുരുക്കം. അതിനേക്കാൾ വിശേഷമായിട്ടുള്ളത് ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തി ജാതകവശാൽ ചൊവ്വാദോഷമുള്ളവർ ഇന്നേ ദിവസം സ്കന്ദമാതയെ മനസ്സറിഞ്ഞ് ആരാധിച്ചാൽ ആ ചൊവ്വാദോഷത്തിന്റെ ദോഷശാന്തി കുറയുമെന്നും മനസ്സിനിണങ്ങിയ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുമെന്നാണ് പറയുക. ചുവന്ന നിറത്തിലുള്ള പൂക്കളാണ് ദേവിക്ക് പ്രിയം. നവരാത്രിയുടെ 5-ാം ദിവസമായ ഇന്നേ ദിവസം സ്കന്ദമാതാദേവിയെ പ്രാർത്ഥിക്കാനുള്ള മന്ത്രം കേട്ടോളുക. സിംഹാസനഗതാനിത്യം പത്മാശ്രിതകരദ്വയാ ശുഭദാസ്തു സദാ ദേവി സ്കന്ദമാതാ യശസ്വിനി. ഈ മന്ത്രം ഇന്നേ ദിവസം രാത്രി 12 മണിക്കുള്ളിലായി മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി ഒരു നിലവിളക്ക് കത്തിച്ചു വച്ച് ആ വിളക്കിന് മുന്നിൽ ഒരു ചെറിയ തൂശനിലയിൽ ചുരുങ്ങിയത് ഒരു 7
ചുവന്ന പുഷ്പമെങ്കിലും കൊണ്ടുവച്ച് മനസ്സോടുകൂടി സ്കന്ദമാതാദേവിയെ പ്രാർത്ഥിച്ച് ഈ മന്ത്രം ഒരു 12 പ്രാവശ്യം അങ്ങോട്ട് ജപിക്കുക. അത് ഉദ്ദിഷ്ടകാര്യത്തിനും മനസ്സന്തോഷത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും കാരണമാവും. എന്തായാലും ഈ നവരാത്രി ദിനത്തിന്റെ ഈ 5-ാം ദിനത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമ്പദ് സമൃദ്ധിയും വിജയവും പുരോഗതിയും സന്താനഭാഗ്യവും വിദ്യാവിജയവും ഒക്കെ ഉണ്ടായി രോഗപീഠകളൊക്കെ മാറ്റി അമ്മ സ്കന്ദമാതാദേവി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.